Hi everyone, welcome back to the world of English. ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്? ഒരു ഫ്ലുവൻസി എക്സസൈസ് ആയിരുന്നു അല്ലേ? അതായത് നമ്മൾ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോയും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സസൈസും ആണ് നമ്മൾ ചെയ്തിരുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് അത് വാച്ച് ചെയ്യണം. അതിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന എക്സസൈസ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വോയിസ് എക്സസൈസ് ആണ് കേട്ടോ. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആക്കാൻ പറ്റും. അപ്പോൾ എനിവേ നമ്മൾ നമ്മുടെ ഇന്നത്തെ കോണ്ടന്റിലേക്ക് പോവാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തെന്നറിയാവോ? ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ. അതും സിമ്പിളായിട്ടുള്ള കുട്ടി ചോദ്യങ്ങൾ. അതാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. കുട്ടി ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല കേട്ടോ, ഏറ്റവും നീളം കുറഞ്ഞ ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം 25ഓളം കുട്ടി ഇംഗ്ലീഷ് ചോദ്യങ്ങൾ കാണാം. നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ചില ചോദ്യങ്ങൾ. നമ്മുടെ കോൺവെർസേഷനൊക്കെ ബിഗിൻ ചെയ്യാനും നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആവാനും നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ചോദ്യങ്ങൾ. നല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ നല്ല ഉത്തരങ്ങൾ കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് നമുക്ക് നല്ല കോൺവെർസേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഒന്നാമത്തെ ചോദ്യം, അവൻ ഒരു അധ്യാപകനാണോ? എങ്ങനെ ചോദിക്കുക? സിമ്പിൾ. ഈസ് ഹി എ ടീച്ചർ? ഈസ് ഹി എ ടീച്ചർ? ടീച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും, അതായത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും നമ്മൾ ടീച്ചർ എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ടീച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലേഡിയാണ് വിശേഷിപ്പിക്കുന്നത്, സാർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷേ ടീച്ചർ എന്ന് വെച്ചാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ടീച്ചർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഈസ് ഹി എ ടീച്ചർ? ഈസ് ഹി എ ടീച്ചർ? ഓക്കെ, അവൻ ഒരു അധ്യാപകനാണോ? അദ്ദേഹം ഒരു അധ്യാപകനാണോ എന്നൊക്കെ നമുക്ക് പറയാം. ഈസ് ഹി എ ടീച്ചർ? ഓക്കെ, രണ്ടാമത്തെ സെന്റൻസിലേക്ക് പോവാം. അവൻ ആരാണ്? അവൻ ആരാണ്? എങ്ങനെ ചോദിക്കുന്നത്? ഹൂ ഈസ് ഹി? അവൻ ആരാണ്? ഹൂ ഈസ് ഹി? അവൻ ആരാണ് എന്ന് പറഞ്ഞു നോക്കി. ഹൂ ഈസ് ഹി? അവൾ ആരാണെന്ന് എങ്ങനെ പറയും? ഹൂ ഈസ് ഷീ അല്ലേ? അപ്പോൾ ഹൂ ഈസ് ഹി അല്ലെങ്കിൽ ഹൂ ഈസ് ഷീ? അവൻ ആരാണ് അല്ലെങ്കിൽ അവൾ ആരാണ്? അപ്പം നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നിന്റെ ജോലി എങ്ങനെയുണ്ട്? അല്ലെ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അല്ലെങ്കിൽ പുതുതായിട്ട് ജോലി കിട്ടിയ ഒരാൾ, അവരോടൊക്കെ നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്, നിന്റെ ജോലി എങ്ങനെയുണ്ട്? എങ്ങനെ ചോദിക്കും? ഹൗ ഈസ് യുവർ ജോബ്? എങ്ങനെ? ഹൗ ഈസ് യുവർ ജോബ്? ഹൗ ഈസ് യുവർ ജോബ്? അല്ലെങ്കിൽ നിന്റെ ബിസിനസ് എങ്ങനെയുണ്ട്? ഹൗ ഈസ് യുവർ ബിസിനസ്? അപ്പോൾ ഇനി നിങ്ങൾക്ക് ചില കോൺവെർസേഷനൊക്കെ ഇത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. കുറച്ച് നാളുകൾക്ക് ശേഷം മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കാം, ഹൗ ഈസ് യുവർ ജോബ് അല്ലെങ്കിൽ ഹൗ ഈസ് യുവർ ബിസിനസ്? എങ്ങനെ പോകുന്നു നിന്റെ ജോലി? അങ്ങനെ സംസാരിച്ച് നമുക്ക് നമ്മുടെ കോൺവെർസേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തൊരു ചോദ്യം, അവളെ നിനക്കറിയാമോ? അവളെ നിനക്കറിയാമോ? എങ്ങനെ ചോദിക്കും? ഡു യു നോ ഹർ? എങ്ങനെ? ഡു യു നോ ഹർ? അവളെ നിനക്കറിയാമോ? ഡു യു നോ ഹർ? അവനെ അറിയാമോ? ഡു യു നോ ഹിം? കേട്ടോ, ഞാൻ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. സോ ഡു യു നോ ഹർ? ഡു യു നോ ഹർ? ഞാനിത് കഴിച്ചോട്ടെ? ഞാനിത് കഴിച്ചോട്ടെ? നിങ്ങളിങ്ങനെ ഒരാളുടെ പ്ലേറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം ഇരിക്കുന്നു, അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഞാനിത് കഴിച്ചോട്ടെ? എങ്ങനെ ചോദിക്കും? ക്യാൻ ഐ ഈറ്റ് ദിസ്? ക്യാൻ ഐ ഈറ്റ് ദിസ്? ഞാനിത് കഴിച്ചോട്ടെ? ക്യാൻ ഐ ഈറ്റ് ദിസ്? ക്യാൻ ഐ ഈറ്റ് ദിസ്? നമ്മളിങ്ങനെ നടന്നു പോകുമ്പം ഒരു കുട്ടി ഇരുന്ന് കരയുന്നു. അപ്പോൾ നമ്മൾ പേരൻറ്റിനോട് ചോദിക്കുകയാണ്, അവൻ എന്തിനാണ് കരയുന്നത്? അവൻ എന്തിനാണ് കരയുന്നത്? എങ്ങനെ ചോദിക്കും? വൈ? എങ്ങനെ? നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യം എന്താ? വൈ ഹീസ് ക്രൈങ് അല്ലേ? നോ, അതൊരു ചോദ്യമല്ല. ചോദ്യം എങ്ങനെയായിരിക്കണം? വൈ ഈസ് ഹി ക്രൈങ്? വൈ ഈസ് ഹി ക്രൈങ്? വൈ ഹീസ് ക്രൈങ് അല്ല കേട്ടോ, വൈ ഈസ് ഹി ക്രൈങ്? അവൻ എന്തുകൊണ്ടാണ് കരയുന്നത്? അവൻ എന്താ കരയുന്നത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും വൈ ഹീസ് ക്രൈങ് എന്നുള്ളൊരു സെൻറ്റൻസ് അത് വെറും സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. അതിനെ നമ്മളൊരു ഇൻറ്റർനേഷൻ ഒക്കെ കൊടുത്ത് ഒരു എന്താ പറയുക, ഒന്ന് ഉയർത്തിയൊക്കെ ചോദിക്കും. പലർക്കും ഒരു വിചാരമുണ്ട് അത് ചോദ്യമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. റൈറ്റ് സ്ട്രക്ചറിൽ വരുമ്പം വൈ ഈസ് ഹി ക്രൈങ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. വൈ ഈസ് ഹി ക്രൈങ്? അവൻ എന്താണ് കരയുന്നത്? നീ എവിടെയാണ് താമസിക്കുന്നത്? നീ എവിടെയാണ് താമസിക്കുന്നത്? എങ്ങനെ ചോദിക്കാം? വേർ ആർ യു ലിവിങ് നൗ? ഇറ്റ് ഷുഡ് ബി വേർ ഡു യു ലിവ്? എങ്ങനെ? വേർ ഡു യു ലീവ്? ഇതൊരു കോമൺ മിസ്റ്റേക്ക് ആണ് കേട്ടോ, വേർ ആർ യു ലിവിങ് എന്നുള്ളത്. അങ്ങനെയല്ല ചോദിക്കുന്നത്. നീ എവിടെയാണ് താമസിക്കുന്നത്? അല്ല, ഞാനിപ്പോൾ തൃശ്ശൂരാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കണം? വേർ ഡു യു ലീവ്? വേർ ഡു യു ലീവ്? വേർ ഡു യു ലീവ്? സമയം എത്രയായി അല്ലേ? നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഓഫായിപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വാച്ചില്ല, സമയം അറിയണം. എങ്ങനെ ചോദിക്കും? വാട്ട് ടൈം ഇസ് ഇറ്റ്? എങ്ങനെ? വാട്ട് ടൈം ഇസ് ഇറ്റ്? ഓക്കെ, വാട്ട് ടൈം ഇസ് ഇറ്റ്? നമ്മൾ മുമ്പേ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവനൊരു അധ്യാപകനാണോ? ഓർമ്മയുണ്ടല്ലോ, ഈസ് ഹി എ ടീച്ചർ? ഇതുപോലെ നമ്മൾ ഒരാളോട് ചോദിക്കുവാണ്,
നീ ഒരു ഡോക്ടറാണോ? നീ ഒരു ഡോക്ടറാണോ? എങ്ങനെ ചോദിക്കും? ആർ യു എ ഡോക്ടർ? എങ്ങനെ? ആർ യു എ ഡോക്ടർ. മറ്റേതെന്തായിരുന്നു? ഈസി എ ടീച്ചർ. ഇത് ആർ യു എ ഡോക്ടർ. നീ ഒരു ഡോക്ടറാണോ? ആർ യു എ ഡോക്ടർ? അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുക, നീ എന്താ വാങ്ങിയത്? നീ എന്താണ് വാങ്ങിയത്? വാങ്ങുക എന്നുള്ളതിൻ്റെ വാക്ക് എന്താണ്? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബൈ അല്ലേ? ബൈ. അപ്പോൾ നീ എന്താ വാങ്ങിയെന്ന് വെച്ചാൽ എങ്ങനെ ചോദിക്കും? വാട്ട് ഡിഡ് യു ബൈ? വാട്ട് ഡിഡ് യു ബൈ? വാട്ട് ഡിഡ് യു ബൈ എന്ന് പറഞ്ഞ് വാട്ട് ഡിഡ് യു ബൈ. 11ാമത്തെ ചോദ്യമാണ്, നിനക്കൊരു കാറുണ്ടോ? നിനക്ക് ഒരു കാറുണ്ടോ? എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എ കാർ? എങ്ങനെ? ഡു യു ഹാവ് എ കാർ? ഡു യു ഹാവ് എ കാർ? അല്ലേ? നിങ്ങൾക്ക് പലപ്പോഴും തോന്നും ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അതെ, നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് പറയുന്നത് കേട്ടോ. ഇത് ഒട്ടും കോംപ്ലക്സ് അല്ല, ഒട്ടും ബുദ്ധിമുട്ടില്ല, എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആവശ്യം വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങും. ഒരു മടിയും വേണ്ട. ഏറ്റവും ചെറുതാണ് 2, 3, 4 വാക്കുകളൊക്കെ ഉള്ള ഒരു ചോദ്യത്തിലും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണേ, മറക്കില്ല. സോ ഡു യു ഹാവ് എ കാർ? നിനക്കൊരു കാറുണ്ടോ? ഡു യു ഹാവ് എ കാർ? ഞാൻ പൊക്കോട്ടെ? ഞാൻ പൊക്കോട്ടെ. നമ്മൾ മുമ്പേ കണ്ടൊരു സെൻറ്റൻസ് ഉണ്ട്, ഞാനിത് കഴിച്ചോട്ടെ. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ച ടേം എന്തായിരുന്നു? ക്യാൻ ഐ. അപ്പോൾ ഞാൻ പൊക്കോട്ടെ എങ്ങനെ പറയും? ക്യാൻ ഐ ഗോ? ക്യാൻ ഐ ഗോ? ഞാൻ പൊക്കോട്ടെ. അല്ലെങ്കിൽ ഞാൻ പൊക്കോട്ടെ എന്ന് ഈക്വലൻ്റ് ആയിട്ട് വേറൊരു ടേം ഉണ്ട് കേട്ടോ, ക്യാൻ ഐ ലീവ്. ഇപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേരെ കണ്ടു, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ലീവ് ചെയ്തോട്ടെ, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കാം. നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, ക്യാൻ ഐ ലീവ്? അതൊരു സ്ഥലത്ത് നിന്ന് പൊക്കോട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻ ഐ ഗോ എന്ന് ചോദിക്കാം. സോ ക്യാൻ ഐ ഗോ ഉണ്ട്, ക്യാൻ ഐ ലീവ് ഉണ്ട്. ക്യാൻ ഐ ലീവ്? ഓക്കെ, ഞാൻ ഈ സ്ഥലം വിട്ട് പോയിക്കോട്ടെ, ക്യാൻ ഐ ലീവ്? ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ക്യാൻ ഐ ഗോ. ഇനി നമ്മളൊരു കൂട്ടത്തിലിരിക്കുമ്പോൾ ഒരാൾ വേറെ സുഹൃത്തിനെ വിളിച്ചിട്ട് എന്തോ രഹസ്യം പറഞ്ഞു. നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ ചോദിക്കുവാണ്, അവൻ എന്താ പറഞ്ഞേ? എങ്ങനെ ചോദിക്കും? അവൻ എന്താ പറഞ്ഞത്? വാട്ട് ഡിഡ് ഹി സേ? വാട്ട് ഹി സേ? അവൻ എന്താണ് പറഞ്ഞത്? വാട്ട് ഡിഡ് ഹി സേ? അവൻ എന്താണ് പറഞ്ഞത്? അടുത്തത്, അവൾ നിന്റെ കസിനാണോ? അല്ലെ, നിങ്ങൾ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ വന്ന് ചോദിക്കുകയാണ്, അവൾ നിന്റെ കസിനാണോ? എങ്ങനെ ചോദിക്കും? ഈഷി ഈഷി എ കസിൻ സിസ്റ്റർ? അല്ലെ, അങ്ങനെയല്ലേ? അല്ല, കസിൻ സിസ്റ്റർ എന്നോ കസിൻ ബ്രദർ എന്നോ പറയാൻ പാടില്ല. കസിൻ എന്ന് പറഞ്ഞാൽ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മൾ സെയിം ടേം ആണ് ഉപയോഗിക്കുന്നത്, കസിൻ എന്ന് മാത്രം. കസിൻ ബ്രദർ എന്നും കസിൻ സിസ്റ്റർ എന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും? ഈഷി യുവർ കസിൻ? അത്ര മതി. ഈഷി യുവർ കസിൻ. ആൺകുട്ടിയാണെങ്കിൽ ഈസ് ഹി യുവർ കസിൻ? ഈസ് ഹി യുവർ കസിൻ? മനസ്സിലായല്ലോ? ഇനി ഞാൻ മിസ്റ്റേക്ക് വരത്തില്ല. കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്ന് പറയരുത്. ഈസ് യുവർ കസിൻ അല്ലെങ്കിൽ ഈഷി യുവർ കസിൻ, അത് മതി. നിനക്ക് വിശക്കുന്നുണ്ടോ? നിനക്ക് വിശക്കുന്നുണ്ടോ? എങ്ങനെ ചോദിക്കുക? സിമ്പിൾ, ആർ യു ഹംഗ്രി? എങ്ങനെ? ആർ യു ഹംഗ്രി? നിനക്ക് ദാഹിക്കുന്നുണ്ടോ? എങ്ങനെ ചോദിക്കാം? ആർ യു thirsty? ആർ യു thirsty? ഓക്കെ, ആർ യു ഹംഗ്രി? ആർ യു thirsty? രണ്ടും ഒന്നിച്ചു പോകുന്നതാണ് കേട്ടോ. ആർ യു ഹംഗ്രി? ആർ യു thirsty? നമ്മൾ 16ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഒരാളുടെ പേര്. ഓക്കെ, നമുക്ക് ഫോർ എക്സാമ്പിൾ പ്രണവ്. അവൻ എങ്ങനെയുണ്ട്? അല്ലേ, പ്രണവ് എങ്ങനെയുണ്ട്? എങ്ങനെ ചോദിക്കാം? ഹൗ ഈസ് പ്രണവ്? നമ്മുടെ സുഹൃത്ത് സിക്കായിരുന്നു, പ്രണവ് സിക്കായിരുന്നു. അപ്പോൾ ആരെങ്കിലും അദ്ദേഹത്തെ പോയി മീറ്റ് ചെയ്തിട്ട് വരുവാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് പ്രണവിന്? പ്രണവ് എങ്ങനെയുണ്ട്? ഹൗ ഈസ് പ്രണവ്? ഓക്കെ, അവൻ എങ്ങനെയുണ്ട്? അവൻ്റെ സിറ്റുവേഷനെ കുറിച്ച് ചോദിക്കാം, അവൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? എല്ലാത്തിനും നമുക്ക് ഈ ടേം ഉപയോഗിക്കാം കേട്ടോ. ഹൗ ഈസ് പ്രണവ്? ഹൗ ഈസ് പ്രണവ്? അല്ലെ, എന്ത് പേരോട് നമുക്ക് ഉപയോഗിക്കാം? ഹൗ ഈസ് അവരുടെ പേര്. അവൻ എങ്ങനെയുണ്ട്? അവൻ എങ്ങനെ ഇരിക്കുന്നു? അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയുണ്ട്? ഇതെല്ലാം നമ്മൾ ഈ ടേമിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. സോ ഹൗ ഈസ് പ്രണവ്? നീ എപ്പോൾ വരും? നീ എപ്പോൾ വരും? എപ്പോൾ? വെൻ അല്ലേ? എപ്പോൾ വരും? വെൻ വിൽ യു കം? വെൻ വിൽ യു കം? ഇപ്പം നമ്മളൊരു സുഹൃത്തിനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞാടാ അടുത്ത ആഴ്ച ഫംഗ്ഷൻ ഉണ്ട്, നീ എപ്പോൾ വരും? വെൻ വിൽ യു കം? വെൻ വിൽ യു കം? എത്ര സമയം എടുക്കും? എത്ര സമയം എടുക്കും? എങ്ങനെ നമ്മൾ ചോദിക്കുന്നത്? പലർക്കും കൺഫ്യൂഷൻ ഉള്ള ടേമാണ് കേട്ടോ. എത്ര സമയം എടുക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? ഇപ്പം നമ്മൾ വെയിറ്റിംഗ് ടൈം ആവാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്ന ഒരു ഡ്യൂറേഷൻ ആവാം. എത്ര സമയം എടുക്കുന്നുള്ള ടേമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചോദിക്കുക? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് അല്ല, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് എന്ന് പറഞ്ഞ് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? ഓക്കെ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? നീ നാളെ ഫ്രീ ആണോ? നീ നാളെ ഫ്രീ ആണോ? എങ്ങനെ ചോദിക്കും? ആർ യു ഫ്രീ ടുമോറോ? ആർ യു ഫ്രീ ടുമോറോ? ആർ യു ഫ്രീ ടുമോറോ? നീ നാളെ ഫ്രീ ആണോ? ആർ യു ഫ്രീ ടുമോറോ? അടുത്ത നമ്മൾ 20ാമത്തെ ചോദ്യമാണ്, എന്നെ കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? എങ്ങനെ ചോദിക്കും? ക്യാൻ യു
ഹിയർ മീ? ക്യാൻ യു ഹിയർ മീ? അല്ലേ, നമ്മൾ അടുത്ത റൂമിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വോയിസ് ടെസ്റ്റ് ചെയ്യുവാണ്, അപ്പോൾ ഞാൻ പറഞ്ഞത് കേൾക്കാമോ, എന്നെ കേൾക്കാമോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? എങ്ങനെയാണ്? ക്യാൻ യു ഹിയർ മീ? ക്യാൻ യു ഹിയർ മീ? നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, അല്ലെങ്കിൽ നീ അസുഖബാധിതനാണോ? അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് എന്തെങ്കിലും ക്ഷീണമായിട്ടൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ക്ഷീണമായിട്ടിരിക്കും, നമ്മൾ ചോദിക്കും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും അസുഖമുണ്ടോ, ആരോഗ്യ പ്രശ്നമുണ്ടോ? എങ്ങനെ ചോദിക്കുന്നത്? ആർ യു സിക്ക്? ആർ യു സിക്ക്? എങ്ങനെ? ആർ യു സിക്ക്? നീ സിക്കാണോ? നിനക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ? ആർ യു സിക്ക്? നിനക്ക് ഉറപ്പാണോ? നിനക്ക് ഉറപ്പാണോ? അല്ല, ഒരാൾ വന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു, അവൻ ഇങ്ങനെയാണ് കേട്ടോ, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ, അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് നിനക്ക് ഉറപ്പാണോ? എങ്ങനെ ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ? ആർ യു ഷ്യൂർ? ആർ യു ഷ്യൂർ? നിനക്ക് ഉറപ്പാണോ? അതൊരു കൺഫർമേഷന് വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഇത്രയും നേരം കണ്ട ചോദ്യം പോലെ അല്ല. വി ട്രൈ ടു കൺഫേം. ഓക്കെ, ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പാണോ എന്ന് മേക്ക് ഷ്യൂർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ആർ യു ഷ്യൂർ? നിനക്ക് ഉറപ്പാണോ? നിനക്ക് തീർച്ചയുണ്ടോ എന്നൊക്കെ നമ്മൾ പറയും. ആർ യു ഷ്യൂർ? 23ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നിനക്ക് എത്ര വയസ്സുണ്ട്? നമുക്കറിയാം എങ്ങനെ ചോദിക്കുന്നല്ലേ. ഹൗ ഓൾഡ് ആർ യു? അതെ, അതല്ല നമ്മുടെ കൺസേൺ. നിനക്ക് എത്ര പൊക്കമുണ്ടെന്ന് എങ്ങനെ നമ്മൾ ചോദിക്കും? സിമ്പിൾ. ഞാനിത് പറയാൻ കാരണം ഇതേ ഫോർമാറ്റിലാണ് നമ്മുടെ ഈ ചോദ്യം വരുന്നത്. എങ്ങനെ? ഹൗ ടോൾ ആർ യു? ഹൗ ടോൾ ആർ യു? ഹൗ ടോൾ ആർ യു? നമുക്ക് ചിലപ്പോൾ ഒരാൾ പൊക്കം അറിയണമെങ്കിൽ പലപ്പോഴും ഇംഗ്ലീഷിലൊരു ടേം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ടേം ഒന്ന് ഓർത്താൽ മതി. ഹൗ ഓൾഡ് ആർ യു ഓർക്കുക. അതിന് ഈക്വലൻ്റ് ആയിട്ട് ഹൗ ടോൾ ആർ യു എന്നുള്ള എക്സ്പ്രഷൻ ഉണ്ട്, അതെടുത്ത് അങ്ങോട്ട് ഉപയോഗിക്കുക. ഹൗ ടോൾ ആർ യു? ഇന്ന് മഴ പെയ്യുമോ? ഇന്ന് മഴ പെയ്യുമോ? എങ്ങനെ ചോദിക്കുന്നത്? ഇന്ന് മഴ പെയ്യുമോ? വിൽ ഇറ്റ് റെയിൻ ടുഡേ? വിൽ ഇറ്റ് റെയിൻ ടുഡേ? വിൽ ഇറ്റ് റെയിൻ ടുഡേ? ഇന്ന് മഴ പെയ്യുമോ? വിൽ ഇറ്റ് റെയിൻ ടുഡേ? അവസാനത്തെ നമ്മുടെ 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തു പറ്റി? എന്തു പറ്റി? വാട്ട് ഹാപ്പൻഡ്? വാട്ട് ഹാപ്പൻഡ്? എന്തു പറ്റി? വാട്ട് ഹാപ്പൻഡ്? അല്ലേ, നമ്മളൊരാൾ വിഷമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നു, നമ്മൾ പോയി ചോദിക്കട്ടെ എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? വാട്ട് ഹാപ്പൻഡ്? അപ്പോൾ നമ്മളങ്ങനെ 25 ചോദ്യങ്ങൾ പഠിച്ചിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതൊക്കെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? പ്രാക്ടീസ് ചെയ്യാനാണ്. അപ്പം കൂട്ടുകാരും വീട്ടുകാരൊക്കെ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക, നല്ല കോൺവെർസേഷൻസ് ബിൽഡ് ചെയ്യുക, നമുക്കൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം മറക്കരുത്, എഴുതി വെക്കുന്ന കാര്യവും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ അവസാന വീഡിയോ ആണിത്. ഇനി നമുക്ക് അടുത്ത വർഷം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം 2023. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. പുതിയ വർഷം ഇംഗ്ലീഷിനൊപ്പം ആവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.